ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാൻ, ചൈന, ഇറാൻ. ഒരന്തിമ യുദ്ധം നടക്കണമെങ്കിൽ പട്ടാളക്കാരെ എത്തിക്കുവാൻ ഒരു റോഡ് വരണം, ഒരു പാത, ഒരു ഗവൺമെന്റ്, ഒരു കറൻസി, ഒരു ബിസിനസ്. ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യയിലെത്തി. വരാൻ പോകുന്ന ഒരു അന്തിമ യുദ്ധം. അന്തിമ യുദ്ധം നടക്കണമെങ്കിൽ ഇവിടെ ഒരു റോഡ് ശരിയാകണം. അതിൻ്റെ പേരാ ചൈനയുടെ സിൽക്ക് പാത. ശ്രദ്ധയോടെ നമ്മുടെ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ ദിവസം G20 ഉച്ചകോടി നടക്കുമ്പോൾ അവരൊരു ബിസിനസ് ഇടനാഴിയെ പറ്റി പറഞ്ഞു. അതിനാസ്പദമായി ഇസ്രയേലിൻ്റെ തുറമുഖമാണ് ഹൈവ തുറമുഖം. അത് ഇന്ത്യയും ഇസ്രയേലും ചേർന്ന് പണിഞ്ഞിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു ഇടനാഴി വേണം, ചൈനയുടെ സിൽക്ക് പാത. നമ്മുടെ ബൈബിളിനകത്തുണ്ടോ അന്തിമ ദിനം ചൈനയുടെ സിൽക്ക് പാത? ഈ റോഡ് എങ്ങനെ പോകുമെന്ന് ക്ലിയറായിട്ട് ഞാൻ പറഞ്ഞു തരാം. വായിക്കാം. ഒരു അന്തിമ യുദ്ധം നടക്കണമെങ്കിൽ പട്ടാളക്കാരെ എത്തിക്കുവാൻ ഒരു റോഡ് വരണം. യെശയ്യാ പ്രവചനം 49:12. ഈ കുഞ്ഞു വായിക്കുന്ന ബൈബിൾ വാക്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം മക്കളെ. ദാണ്ടെ ചൈനയുടെ സിൽക്ക് പാത. ഇതാ ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ G20 ഉച്ചകോടിയിൽ പറഞ്ഞത്. ബിസിനസ് ഇടനാഴി മധ്യ ഏഷ്യയിലേക്ക്. വായിക്കാം. യെശയ്യാ പ്രവചനം 49:12. അന്തിമ ദിനത്തിൽ ഇസ്രയേലിലേക്ക് പട്ടാളം എത്തണമെങ്കിൽ ഒരു വഴി തുറന്നു വരും. വായിക്കാം. യെശയ്യാ 49:12. വായിച്ചോട്ടെ മക്കളെ. ഇതാ ഇവർ ദൂരത്തു നിന്നും. ആ ഇസ്രയേലിലേക്ക് വരുന്ന ഒരു കൂട്ടമായി. ഇതാ ഇവർ ദൂരത്ത് നിന്ന്. ഇവർ വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും. വടക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും. ഇവർ സിനീം ദേശത്തു നിന്നും. സിനീം, ബൈബിളിനകത്ത് സിനീമ ഇന്നത്തെ ചൈന. ഇതിന്റെ പേര് ദാ കിടക്കുന്നു, ചൈനയുടെ സിൽക്ക് പാത, സിനീം ദേശം. ഇനി ഈ റോഡ് എങ്ങനെ പോകുമെന്ന് ഒരു പ്ലാൻ നിങ്ങൾ എഴുതിക്കോണം. ഇപ്പോൾ പറഞ്ഞു തരാം. ഇന്ത്യ കഴിഞ്ഞാൽ പാകിസ്ഥാൻ കഴിഞ്ഞാൽ അഫ്ഗാൻ. ആ അഫ്ഗാൻ്റെ ഒരു സൈഡ് ചൈനയുടെ ബോർഡറുമുണ്ട്, അഫ്ഗാൻ്റെ ഒരു സൈഡ് ഇറാൻ്റെ ബോർഡറുമുണ്ട്. ഇറാൻ കഴിഞ്ഞാൽ ഇറാഖ് കഴിഞ്ഞാൽ ഒരു നദിയുണ്ട്. ആ നദിയുടെ പേര് ചെറുപ്പക്കാർ സഹോദരിമാരും എഴുതിക്കോണം. ആ നദിയാ യൂഫ്രട്ടീസ് ടൈഗ്രീസ് കഴിഞ്ഞാൽ അടുത്ത പട്ടണമാ തുർക്കി കഴിഞ്ഞാൽ സിറിയയുടെ ബോർഡർ, സിറിയയുടെ ഇസ്രായേൽ ബോർഡർ ആ ഗോലാം കുന്ന്. അവിടുന്ന് അവൻ്റെ മണ്ടക്കിട്ട് അടിക്കാം. എത്ര ക്ലിയർ ബൈബിളും പ്രവചനവും. ദാ കിടക്കുന്നു ചൈനയുടെ സിൽക്ക് പാത. ഇത് ഞങ്ങളല്ല, ഇന്ത്യയുടെ ധനമന്ത്രി നിർമ്മല സീതാരാമൻ കഴിഞ്ഞ G20 ഉച്ചകോടി പറഞ്ഞു. ഒരു പാത, ഒരു ഗവൺമെൻറ്, ഒരു കറൻസി, ഒരു ബിസിനസ്. സന്തോഷമില്ലല്ലോ? അതുകൊണ്ടാണ് നിർമ്മല സീതാരാമൻ 2000 നോട്ടങ്ങ് കൊണ്ടുപോയത്. പിന്നെ പുതിയ നോട്ട് വല്ലതും വന്നു വെച്ചാൽ 1000 വരത്തില്ല, ഇനി 500 കൊണ്ടുപോകും. സന്തോഷമില്ലല്ലോ? സ്വോത്രം. 2000 പോട്ട് പകരമല്ലോ വന്നത്. ഈ നോട്ടെല്ലാം പോകുന്നതിൻ്റെ കാര്യമേ കൈവച്ച് ഇടപാട് നടത്താനാ. ലോകം വിരൽത്തുമ്പിൽ, വേൾഡ് ഓൺ എ ഫിംഗർ ടിപ്പ്. കാത്തിരക്കോ ദണ്ഡമാക്കാൻ ജിയോയിലേക്ക് ജാവും വരാൻ പോവുക. കൈവച്ച പൈസ അയക്കാൻ നോട്ട് വേണ്ട. സ്വോത്രം. അങ്ങോട്ടും ഇങ്ങോട്ടും ശമ്പളം ഇതെല്ലാം കൈ വരാൻ പോകുമോ? അത് വേറെ പ്രസംഗമാണ്. അതുകൊണ്ട് 2000 നിരോധിച്ചിട്ട് ഇനി നോട്ട് വരത്തില്ല. ഇന്ന് രാത്രി പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചു കൊണ്ടിരിക്കുമ്പോൾ യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിക്ക് എന്ത് പറ്റി? പാസ്റ്റർമാരുടെ മൊബൈലിലെല്ലാം വന്ന വാർത്ത. യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റുന്നു. വെളിപ്പാട് 16:12. കിഴക്ക് നിന്ന് വരുന്നവർക്ക് വായിച്ചോണം. കറക്റ്റായിരിക്കണം വചനം, ഒരു മാറ്റവും വരുത്. വെളിപ്പാട് 16:12 വായിച്ചാട്ടെ. ആറാമത്തവൻ തന്റെ കലശം യൂഫ്രാത്തീസ് എന്ന മഹാനദിയിൽ ഒഴിച്ചു. അന്തിമ യുദ്ധത്തിന്റെ വഴിയാ വെളിപ്പാട്. ദൈവസഭ എടുക്കപ്പെട്ടാൽ ആറാമത്തവൻ തന്റെ കലശം യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദിയിൽ ഒഴിച്ചു. അപ്പൊ ചൈനയിൽ നിന്ന് വരുന്ന ആൾക്കാർ വായിച്ചാട്ടെ. കിഴക്കു നിന്ന് വരുന്ന രാജാക്കന്മാർക്ക് വഴി ഒരുക്കേണ്ടതിന്. കിഴക്ക് നിന്ന് വരുന്ന രാജാക്കന്മാർ, ഇന്ത്യ, പാകിസ്ഥാൻ, അഫ്ഗാൻ, ചൈന, ഇറാൻ, ഇവിടുന്ന് വരുന്ന സേനയ്ക്ക് വഴി ഒരുക്കുവാൻ. അടുത്ത വെള്ളം പറ്റിപ്പോയി. ആ കരമുയർത്തിയാട്ടെ. അതിൽ വെള്ളം പറ്റിപ്പോയി. അന്തയും അതിലെ തേക്കലിനകത്ത് ഇങ്ങനെ ചെളി അടിഞ്ഞു കിടക്കുന്നത് പോലെ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ഇസ്രായേലിലേക്ക് പോകാനുള്ള വഴിക്ക് വേണ്ടി ഇന്ന് രാത്രി കേട്ടോണേ, അവിടെ ഇത് പറ്റിപ്പോയി. എന്താ പറ്റിയെന്നറിയോ? യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി പറ്റി തുടങ്ങി. അത് മാത്രമല്ല, ഇന്ന് തുർക്കി ഒരു ഡാം പണിയുന്നു. ചരിത്രത്തിൽ അട്ടട്ടാർ തുർക്കി പണിയുന്ന ഡാമാ. ആ പണി തീർന്നാൽ പിന്നെ ഇവിടെ ഇറാഖിലേക്ക് വെള്ളം വരാതിരിക്കും. ഇന്ന് രാത്രി പണ്ട് ഇതുപോലെ സ്വർഗത്തിലെ ദൈവം ഒരു രാത്രി മുഴുവൻ
ചെങ്കടലിൽ നെയ്ത് ഒരു കാറ്റടിച്ചു. മിണ്ടിൽ നിന്നല്ലോ. പഴയ നിയമത്തിൻ്റെ വിമോചകനായ മോശയുടെ കരത്താൽ ഇസ്രായേൽ ജനം പാളയത്തിൽ നിന്ന് പെസഹായിൽ പെരുന്നാളിൽ പുറപ്പെട്ട് ചെങ്കടലിൽ വന്നപ്പോൾ അന്ന് രാത്രി സ്വർഗത്തിലെ ദൈവം ചെങ്കടലിനകത്ത് മോശ വടി നീട്ടിയത് ഒരു കാര്യം നിൽക്കട്ടെ, അന്ന് രാത്രി മുഴുവൻ ഒരു കിഴക്കൻ കാറ്റടിപ്പിച്ച് ഇസ്രായേൽ ജനത്തെ മറുകര കടത്തിയതുപോലെ ഇന്ന് രാത്രി യൂഫ്രട്ടീസ് ടൈഗ്രീസ് നദി ഇവിടെ പറ്റി ഒരു കൂട്ടം പട്ടാളം മാർച്ച് ചെയ്ത് ഇസ്രയേലിന് പോകുന്നതിന് മുമ്പ് തൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇസ്രയേലെ നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അറബ് ലീഗെല്ലാം ഒരുമിക്കുമോ? അതാ അവസാന ഇസ്രയേൽ ഹമാസ് ആക്രമണം. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ കഴിഞ്ഞ ദിവസം സൗദി അറേബ്യയിൽ കൂടി. 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, കേൾക്കണമേ, ലോകം 2 ചേരിയിലേക്ക് 57 ഇസ്ലാമിക രാഷ്ട്രങ്ങൾ. വായിക്കാം, എവർ ഒരുമിക്കുമോ അന്ത്യദിനം. യെശയ്യാ പ്രവചനം 19, 23, 24. കഴിഞ്ഞ ദിവസം സൗദിയിൽ നടന്ന കോൺഫറൻസ് ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നത്. യെശയ്യാ പ്രവചനം 19, 23, 24 വാക്യങ്ങൾ വായിക്കാം. അന്നാളിൽ മിസ്രൈമിൽ നിന്ന് അശൂരിലേക്ക് ഒരു പെരുവഴി ഉണ്ടാകും. അറബ് ലീഗ് ഒരുമിക്ക്. ഇവിടെ ചെറുപ്പക്കാരിപ്പുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, ഇസ്ലാം സമൂഹത്തിൽ 2 വിഭാഗങ്ങളാണ്, സുന്നി മുസ്ലിമും ഷിയ മുസ്ലിമും. ഒരു കാലത്ത് ഇറാൻ, സൗദി അറേബ്യയുടെ കട്ടക്കലിപ്പിൽ നിന്ന് ഇറാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ പ്രശ്നം വന്നപ്പോൾ ഇറാന്റെ പ്രസിഡന്റ് ഇപ്പോൾ ചരിത്രത്തിൽ ആദ്യമായി സൗദി അറേബ്യയിലെത്തി കരമുയർത്തിയാട്ടെ. അതാണ് ലോക സംഭവം. എന്താണ്ട് അശൂര്യർ മിസ്രൈമായി സുന്നി മുസ്ലിമും ഷിയ മുസ്ലിമും ഒരുമിക്കും. അതാ ഏശാവിൻ്റെ മക്കൾ ഇസ്മായേലിലെ കൂടാരങ്ങൾ. കേട്ടോണേ, കണ്ടോ, അശൂര്യർ മിസ്രൈമിയ ആരാധന കഴിക്കും. അടുത്ത വാക്ക് വായിച്ചോ മോളെ, അടുത്ത വാക്ക്. അശൂര്യർ മിസ്രൈമിലേക്കും മിസ്രൈമർ അശൂരിലേക്കും ചെല്ലും. ദാ കിടക്കുന്ന 2 മുസ്ലിം കമ്മ്യൂണിറ്റികളും അവരുടെ വഴികൾ തുറക്കും. സൗദിയും അതുപോലെ തന്നെ ഇറാനും നയതന്ത്ര ബന്ധം, അതുപോലെ സിറിയ, ഈജിപ്റ്റ്, സകലരും ഇസ്രയേലിന് നേരെ നിൽക്കുന്നു. അടുത്ത വാക്യം വായിച്ചാട്ടെ. അന്നാളിൽ മിസ്രൈമർ അശൂര്യരോടുകൂടി ആരാധന കഴിക്കും. കിടക്കുന്ന ഇവരെല്ലാം ഒരുമിക്ക് 57 രാഷ്ട്രങ്ങൾ. അതാ ഗാസ ഇസ്രായേൽ സംഘടന. അടുത്ത വാക്ക്. അന്നാളിൽ ഇസ്രായേൽ ഭൂമിയുടെ മധ്യേ ഒരു അനുഗ്രഹമായി. അവൻ അനുഗ്രഹമായിരിക്കും. സ്വോത്രം. ഇപ്പൊ അവനെ ആരും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സ്വോത്രം. അതെന്താ? അത്തി തളിർത്തു കൊമ്പിളതായി. മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. അവൻ ആർക്കാ അനുഗ്രഹം? മിണ്ടുന്നില്ലല്ലോ. അവൻ അനുഗ്രഹം ഇന്ത്യക്കാർക്കാ. കാര്യം എന്താണെന്നറിയോ? ഒക്ടോബർ മാസം 7-ാം തീയതിയെ ഈ ഹമാസിൻ്റെ ആക്രമണം വന്നപ്പം രാവിലെ 7 മണിക്ക് ലോക നേതാക്കളെല്ലാം ചായ കുടിച്ചുകൊണ്ടിരിക്കുക. ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാറ് ഇസ്രയേലിലെ ബെന്യാമിൻ നെതന്യാഹുവിനെ വിളിച്ചിട്ട് ഒരു കാര്യം പറഞ്ഞ എന്തുവാ? ഞങ്ങൾ ഇസ്രയേലിനൊപ്പം. വാർത്ത വായിച്ചവർക്കായി ഞാൻ ദൈവത്തെ വാഴ്ത്തുന്നു. സ്വോത്രം. അത്തി തളിർത്തു കൊമ്പിളതായി. കാര്യം എന്തോ? ഇവിടുത്തെ രാഷ്ട്രീയക്കാരും ബാക്കിയുള്ളവരും കേൾക്കട്ടെ. ഷൈജു കൂട്ടിട്ടുണ്ട് 2009 തോന്നുന്നു ധനുപച്ചപുരത്ത് കൊല്ലായും ലൂതറിൻ്റെ കൺവെൻഷൻ. അന്ന് ഞാൻ പറഞ്ഞു ഈ ഇന്ത്യ BJP ഭരിക്കുമെന്ന്. ഞാനൊരു രാഷ്ട്രീയക്കാർക്കും എതിരല്ല. കാര്യം എന്താ? എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. കാര്യം ഇന്ത്യ BJP ഭരിച്ചെങ്കിൽ ഇസ്രായേലുമായിട്ട് ടൈപ്പ് വരത്തുള്ളൂ. സ്വോത്രം. വേറെ ഒരു കാരണവശാലും നടക്കത്തില്ല. അങ്ങനെയെങ്കിൽ കാര്യം എന്താ? ഇസ്രായേലുമായിട്ട് ടൈപ്പ് ആവാൻ കാര്യം കാർഗിൽ യുദ്ധം. കേൾക്കണോ? പാകിസ്ഥാൻ്റെ മണ്ടയ്ക്കടിച്ചൊരു തോക്കുണ്ട്. അതിൻ്റെ പേരാ ടൈബർ ടാർ 21. അങ്ങോട്ട് മിലിറ്ററി ക്യാമ്പിൽ ചെന്ന് ഹിന്ദിക്കാരനോട് ചോദിക്കണം, ബൈ ഇസ്കാന്ദർ ക്യാ ബന്ദൂക്കെന്ന്. അവൻ പറയും ഇസ്രയേൽ കാ ബന്ദൂക്ക്. അതാണ് ഏതാ? ഇസ്രയേലിൻ്റെ സുന്ദരമായ തോക്ക്. യെശയ്യാ പ്രവചനം 54:16 വായിക്കണ്ട. തീക്കൊള്ളി പോലെ ഒരു ആയുധം ഞാൻ തരും, അതുണ്ടാ തിരുവനന്തപുരത്ത് ഒരു പ്ലാന്റ് ഉണ്ട്. ആ പ്ലാന്റിൻ്റെ പേരാ ബ്രഹ്മോസ്. ബ്രഹ്മോസിൻ്റെ പ്ലാന്റ് ഒരു മിസൈൽ പ്ലാന്റാണ്. ആരെയായിരുന്നു? പണ്ട് റഷ്യ ആയിരുന്നു അതിൻ്റെ കോമ്പിനേഷൻ. റഷ്യ ഇത് മാറ്റിക്കഴിഞ്ഞു. ഇപ്പോൾ ആരുമായിട്ടാ? ഇസ്രയേലുമായിട്ടാ. അവിടെ ബ്രഹ്മോസിൻ്റെ പേരാ. പിന്മഴയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്ക് വേണ്ടി അപേക്ഷിക്കാൻ മിന്നൽ പിണറിനെ അയക്കും. തീർന്നില്ല. പാകിസ്ഥാനിലെ ബാലാക്കോട്ട് ഭീകരാക്രമണം നിങ്ങൾക്കറിയാമോ? പാകിസ്ഥാൻ്റെ മണ്ടയ്ക്ക് ഇന്ത്യ കൊണ്ടൊരു മിസൈൽ അയച്ചു, സ്പാരോ മിസൈൽ. അത് ആരുടെ മിസൈലാണ്? ഇസ്രയേലിൻ്റെ. അതുകൊണ്ടല്ലേ മോഡി സാറ് ദാണ്ട് പാർലമെൻറ്റിൽ നിന്ന് അടി കണ്ട് ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ്. ചിന്നമ്മ ചേച്ചി കറുത്തമുത്ത് കാണുന്നത് പോലെ മോഡി സാറ് പാകിസ്ഥാനെ അടിക്കുന്ന ലൈവ് കണ്ട്. സ്വോത്രം. ഇതെല്ലാം പത്രത്തിൽ വാർത്ത ഉണ്ടായിരുന്നു. ഇസ്രയേലിൻ്റെ സാറ്റലൈറ്റ് ചോർത്തി കൊടുത്ത ഇന്ത്യക്കാരല്ല. തീർന്നില്ല. അത് മാത്രമല്ല, തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളം പണ്ട് മഴയും കൊല്ലിയാനും വരും. പ്ലെയിൻ
ട്രിച്ചിക്ക് തിരിച്ചുവിട്ടു, ചെന്നൈക്ക് തിരിച്ചുവിട്ടു, എറണാകുളം തിരിച്ചുവിട്ടു. അങ്ങനെയല്ലേ വാർത്ത? ഇന്ന് നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ എന്തോ? ഇന്നെല്ലോ നാളെ മാങ്കോ, ഓറഞ്ച്, ഇടി, മിന്നൽ, കൊല്ലിയാൻ. സ്വോത്രം. ഏതെങ്കിലും പ്ലെയിൻ തിരിച്ചു വിടുന്ന വച്ചായ ശംഖുമുഖത്ത് വെള്ളം കയറിയാലും പ്ലെയിൻ തിരിച്ചു വിടത്തില്ല. ഞാൻ പഠിപ്പിച്ച പയ്യന എയർപോർട്ടിൻ്റെ റൺവേയുടെ സൂപ്പർവൈസർ, അവൻ പറഞ്ഞൊരു കാര്യമുണ്ട്. എൻ്റെ സാറേ, ഇവിടുത്തെ ഇൻസ്ട്രുമെൻറ്റേഷൻ ലൈറ്റിങ്ങും വെച്ചിരിക്കുന്ന യകൂദന, ഇവിടെ കൊല്ലിയാനടിച്ചാലും മിന്നലടിച്ചാലും എല്ലാം വന്നാലും മാങ്ക വന്നാലും കുഴക്കമില്ല. ചിന്നമ്മ ചേച്ചി മീൻ വെട്ടുമ്പോൾ മത്തിയുടെ തല പറക്കാൻ ഇറങ്ങുന്ന പോലെ രാത്രി ഇറങ്ങുവന്ന് യെല്ലോയിലും മാങ്കോയിലും. സ്വോത്രം. റൺവേ മൊത്തം യകൂദൻ്റെയിലായി. യേശു പറഞ്ഞ പ്രവചനം നിവർത്തി. അത്തി തളിർത്തു, കൊമ്പിളതായി. സന്തോഷമില്ലല്ലോ? കാര്യങ്ങൾ അതാ. അന്നാളിൽ ഇസ്രയേലിനെ ഹല്ലേലൂയ കണ്ടോ, അത്തിയാകുന്ന ഇസ്രയേലിനെ തളിർപ്പിക്കും. അതുകൊണ്ടല്ലോ ലോകത്തിലെ ഏത് പ്രധാനമന്ത്രി വന്നാലും ഏത് രാഷ്ട്ര നേതാവ് വന്നാലും നമ്മുടെ മോഡി സാറ് പരക്കാതിരിക്കത്തേ ഉള്ളൂ, മിണ്ടാതിരുന്ന ദൈവമെന്ന്. സ്വോത്രം. വൈകിട്ട് ചപ്പാത്തി കഴിക്കത്തുള്ളൂ വീട്ടിനകത്ത്. പക്ഷേ ഇസ്രയേലിൻ്റെ പ്രധാനമന്ത്രി വന്നാൽ മോഡി സാറ് ചെന്ന് കെട്ടിപ്പിടിക്കും. ഹിന്ദിക്കാരൻ്റെ ഭാഷയെ പറഞ്ഞാൽ മേരാ ബായി ആകെയാ, തമിഴൻ ഭാഷയെ പറഞ്ഞാൽ തമ്പി വന്നിരിക്ക് ദയ്യാന്ന്. സ്വോത്രം. കാര്യം എന്താ? എല്ലാം കാര്യം അവൻ്റെ കയ്യിലിരിക്കുക. യഹൂദൻ്റെ 42% ആയുധം വാങ്ങിക്കുന്നത് ഇസ്രയേലിൽ നിന്ന്. ഇവിടെ രാഷ്ട്രീയക്കാർ എത്ര കൊടി പിടിച്ചാലും, ഇവിടെ എത്ര വിഷയം നടന്നാലും ഈ BJP-ക്കാർ ഇസ്രയേലിന് പിന്തുണ പിൻവലിക്കത്തില്ല. ഇപ്പോൾ ഒരു നമ്പരാ. കഴിഞ്ഞ ദിവസം ആന്റണി ബ്ലിങ്കൻ ഇവിടെ വന്നപ്പോൾ ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി S ജയശങ്കർ ആന്റണി ബ്ലിങ്കനോട് പറഞ്ഞ് ഇസ്രയേലിന് സ്വന്തമായിട്ട് നിൽക്കാൻ അവകാശമുണ്ടത്. പിന്നെ നാട്ടുകാരെല്ലാം ബഹളം ഉണ്ടാക്കുന്നത് കൊണ്ട് ഞങ്ങൾ ഓണത്തിനിടയ്ക്ക് പുട്ടുകച്ചവടം പോലെ UN-നകത്ത് ഇന്ത്യ പറഞ്ഞു സ്വോത്രം. വെടിയൊന്നും നിർത്തിയാൽ കൊള്ളായിരുന്നു സമാധാനത്തിൽ. സ്വോത്രം. ഞങ്ങൾ പാസ്റ്റർമാർ സഭയെ കലകം ഉണ്ടാകുന്ന മക്കളെ സമാനപ്പെടുക്കപ്പെടാതെ പ്രശ്നം ശരിയാക്കുക. അതുപോലൊരു കാര്യം പറഞ്ഞാൽ യവൻ മാറത്തില്ല. ഇസ്രയേലിൻ്റെ കാര്യം എന്താ? ഇന്ത്യയുടെ ആയുധപ്പര മുഴുവൻ കൈകാര്യം ചെയ്യുന്ന ഇസ്രയേൽ ഒരിക്കൽ ഈ പട്ടാളത്തിൻ്റെ മേധാവി മേജർ രവി ഒരു അഭിമുഖം നടത്തിയപ്പോൾ ക്വസ്റ്റ്യൻ ചോദിക്കാൻ അവസരം കൊടുത്തു. ഞാൻ അദ്ദേഹത്തോട് പാസ്റ്ററാണെന്ന് പറഞ്ഞില്ല. ഞാൻ ചോദിച്ചു, സാർ ഈ ഇന്ത്യയും ഇസ്രയേലുമായിട്ട് ഇത്ര? അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞ എന്താ പറയുക, ഇന്ന് ഏറ്റവും കൂടുതൽ ഇന്ത്യക്കകത്തെ ആയുധപ്പരകളിൽ നിറഞ്ഞിരിക്കുന്ന യഹൂദൻ്റെ ആയുധം. യേശു പറഞ്ഞു അത്തി തളിർത്തു, കൊമ്പിളതായി. സ്വോത്രം. അത് മാത്രമല്ല, ഇന്ത്യയും ഇസ്രയേലും ഒരുമിക്കുന്ന കാര്യം കൂടെ മാത്രം നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ലോകത്തിൻ്റെ 5 വൻകരകൾ എല്ലാ സ്ഥലത്തും അവർ ചിതറി. പക്ഷേ എല്ലാ സ്ഥലത്തും ആൾക്കാരവരെ കൊന്നു. പല്ലി, ചെരുപ്പിൻ്റെ വാർ. ഒരു 60 ലക്ഷം പേരെ യഹൂദൻ കൊന്ന്. യഹൂദന് ആര് വന്നതെന്നറിയാമോ? സ്വോത്രം. ഹിറ്റ്ലർ കൊന്ന്. ഹിറ്റ്ലർ 60 ലക്ഷം യഹൂദന്. പക്ഷെ ഇന്ത്യക്കകത്ത് ഒരു യഹൂദന്മാരെയും ആവശ്യമില്ലാതെ ഇന്ത്യക്കാർ കൊന്നിട്ടില്ല. കണ്ടോ? അതുകൊണ്ട് ഇസ്രയേലിന് ഇതറിയാം. അതുകൊണ്ടാണ് ചൈന ഇന്നാൾ നമ്മുടെ കോവിഡ് കാലത്ത് താണ്ട കയ്യാല മാന്തം വന്ന് ഇന്ത്യയുടെ പട്ടാളക്കാർ 45 പേരെ ഞെരിച്ച്. ആ സമയത്ത് ചൈനക്കാരൻ പറഞ്ഞ് ഇന്ത്യ തീർക്കുമെന്ന്. നമ്മുടെ കൂടെ കട്ടൻ ചായ കുടിച്ചൊരു മിണ്ടിയില്ല. ഇസ്രയേലിലെ പ്രധാനമന്ത്രി പറഞ്ഞ് നീ ലോകത്ത് കാണത്തില്ലെന്ന് ഇന്ത്യ തൊട്ടാ. സ്വോത്രം. ഇവർ ഞങ്ങളുടെ ആൾക്കാരാണ്. അത് കണ്ട ഉടനെ ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് അമിത്ഷായുടെ റോഡ് വെട്ടി ലഡാക്കിലേക്ക് പ്ലെയിനകത്ത് ഇറങ്ങി. അവിടെ മോഡി സാർ ദീപാവലിക്ക് ഹല്ലേലൂയ ഓശന്ന പാടിയത്. സ്വോത്രം. ഇതൊക്കെ നാട്ടുകാർ കാണണം മക്കളെ. അത്തി തളിർത്തു, കൊമ്പിളതായി. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി അബ്രഹാമിനോട് ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. സ്വോത്രം. അതുകൊണ്ടാണ് ഇന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ തകർച്ചയെ കടന്നപ്പോഴും ഇന്ത്യ പിടിച്ചു നിൽക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം. സ്വോത്രം. ഇസ്രായേൽ മക്കളെ കാത്തുപരിപാലിച്ചത് കൊണ്ടാണ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരുളപ്പാട്. അബ്രഹാമിനോട് ദൈവം പറഞ്ഞു, നിന്നെ അനുഗ്രഹിക്കുന്നവനെ ഞാൻ അനുഗ്രഹിക്കും. ബൈബിൾ പ്രവചനങ്ങൾ നിവർത്തിയായെങ്കിൽ അശൂര്യർ മിസ്രൈമിയോട് ഒരു ആരാധന കഴിക്കും. അറക്ക് നീങ്ങുന്നു. അങ്ങനെയെങ്കിൽ ഒരു അന്തിമ യുദ്ധത്തിൻ്റെ ചാലുകൾ ഇവിടെ മണിനാഥം മുഴങ്ങുവാൻ കാലമായി. എന്നാൽ ആ മണിനാഥം ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് യേശുവിൻ്റെ ചങ്കിലെ ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. മലയങ്കാവേ, ഗലീല പുരുഷന്മാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളെ വിട്ട് പിതാവിന്റെ സന്നിധിയിലേക്ക് പോയി യേശു പോയത്. ഞാൻ താണതിനെ ഉയർത്തുകയും ഉയർന്നതിനെ താഴ്ത്തുകയും ചെയ്യും. അതാ ലോകഭരണം, വേൾഡ് ഭരണം. താണതിനെ ഉയർത്തും, ഉയർന്നതിനെ താഴ്ത്തും. ചേട്ടന്മാരെല്ലാം കേട്ടോണം. നമ്മുടെ കോട്ടയത്ത് ഒരു നാരായണൻ ചേട്ടൻ ഉണ്ടായിരുന്നു, ഉഴവൂര്. എല്ലാവർക്കും അറിയാമോ? ഇന്ത്യയുടെ പ്രസിഡന്റ് KR നാരായണൻ. അങ്ങനെ ആരും കേട്ടിട്ടില്ലേ? സ്വോത്രം. തീർന്നില്ല. കോട്ടയത്തെ നാരായണൻ ചേട്ടൻ. പാസ്റ്റോട് ചോദിച്ചാൽ മതി. സ്വോത്രം. അത് കഴിഞ്ഞ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആരാ? നരേന്ദ്രമോദി സാർ. പഴയ വീഡിയോ എപ്പോഴുണ്ട്. ഗുജറാത്തിലെ ട്രെയിനകത്ത് ചായ് ലേലോ ബായ് അങ്ങനെ പറഞ്ഞ പുള്ളിയാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി. തീർന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ. ഇവിടുത്തെ CPM-കാർക്ക് അറിയത്തില്ല. കണ്ണൂർ തീയ കുടുംബത്തിൽ ഒരു ചെത്തുതൊഴിലാളിയുടെ മകനായി 10 മക്കളിൽ ഒരാൾ സഖാവ് പിണറായി ഇന്ന് 2ാമത് ഭരിക്കുന്നു. இந்த பக்கத்தில் தமிழ்நாடு இருக்குது ஐயா. முன்னாடி இருந்த முதலமைச்சர் யார் கேளுங்க? பன்னீர்செல்வம். எங்க நின்று அண்ணாடிஎம்கே ஆஃபீஸு டீ போட்டு நின்று ஆள் முதலமைச்சர். സന്തോഷം ഇല്ലല്ലോ? അപ്പുറം തമിഴ്നാട്ടുകാരും കേൾക്കുക. സ്വോത്രം. ആരാര് ഇന്ന് മുൻ ഇന്ത്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു? രാംനാഥ് കോവിന്ദ്. ഒരു ഹരിജൻ കുടുംബാംഗം.
വന്ന് ഇന്ന് ഇന്ത്യയുടെ പ്രസിഡന്റ് ആര്? ഒരു സഹോദരി, കുഞ്ഞുങ്ങൾക്കും അറിയത്തില്ല, ദ്രൗപദി മുർമു. മിണ്ടുന്നില്ലല്ലോ. കോട്ടൂരിൽ ആദിവാസി കുടുംബം ഒറീസയിൽ നിന്ന് വന്ന് ആദിവാസി ടീച്ചർ ഇന്ന് ഇന്ത്യയുടെ 145 കോടി പേരെ ഭരിക്കുന്നു. താണവൻ ഉയരും, ഉയർന്നവൻ താഴും. തീർന്നില്ല. അമേരിക്കയിൽ ഒരു പ്രസിഡന്റ് വന്ന് ബരാക് ഒബാമ, കറുത്ത കൃഷി കരിമ്പ് കൃഷി ചെയ്യാമെന്നൊരു അപ്പച്ചൻ്റെ മകൻ. ഭരണകൂടം മാറിയില്ലയോ? ഇയ്യോബിനകത്ത് എഴുതിയിട്ടുണ്ട്, വീട്ടിൽ ചെന്ന് വായിച്ചാൽ മതി. അവൻ ബലശാലികൾ സിംഹാസനത്തിൽ നിന്നിറക്കി അവന് ബോധിച്ചവനെ അതിനകത്ത് ഇരുത്തും. ഇയ്യോബ്. സ്വോത്രം. അതുകൊണ്ട് അന്തിമ യുദ്ധത്തിലേക്ക് തീർന്നില്ല. ഇന്ന് ബ്രിട്ടൻ ഭരിക്കുന്ന ആരാ സഹോദരങ്ങളെ? ഇംഗ്ലീഷുകാരനാണോ? 200 കൊല്ലം ഇന്ത്യയെ അടിമ കോളനിയാക്കി വെച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1945 രണ്ടാം ലോക മഹായുദ്ധം 5.5 കോടി പേർ മരിച്ചു. ഒരു സംഘടന വന്നു, ഐക്യരാഷ്ട്ര സംഘടന. ഇന്നുണ്ട് UN. അതിൻ്റെ അപ്പുറത്ത് ഇനി ഒരെണ്ണമുണ്ട്, അതുകൂടെ വായിച്ചോട്ടെ. ഇതാ 3-ാം ലോക മഹായുദ്ധം. ഈ 3-ാം ലോക മഹായുദ്ധത്തിൽ ഇത് കഴിയുമ്പോൾ 1 സർവരാഷ്ട്ര സംഘടന, 2 ഐക്യരാഷ്ട്ര സംഘടന, 3-ാം ലോക മഹായുദ്ധം കഴിയുമ്പോൾ ഒരുവൻ ഇവിടെ വരും, 10 കൊമ്പും 7 തലയും, കൊമ്പുകളിൽ 10 രാജമുടിയും, ദൂഷണ നാമം നിറഞ്ഞൊരു മൃഗം, ആന്റിക്രൈസ്റ്റ് സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അത് പുള്ളിപ്പുലിക്ക് സദൃശം. അതിൻ്റെ കാൽ കരടിയുടെ കാൽ, അതിൻ്റെ വായ് ഹല്ലേലൂയ. സൈന്യാധിപന്റെ കയ്യിൽ നിന്ന് കുന്തമെടുത്ത് യേശുവിൻ്റെ വിലാപ്പുറത്ത് കുത്തി അവൻ്റെ സഭ അവൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കാൻ കാന്തൻ വരാറായി. മലയൻകാവേ, ഈ രാത്രി പറ, നമ്മുടെ പൗരത്വമോ മിണ്ടുന്നില്ല, സ്വർഗത്തിൽ നിന്നാകുന്നു. അവിടെ നിന്ന് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി മടങ്ങി വരുന്നു. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. അങ്ങനെയെങ്കിൽ പലസ്തീനിലെ ഹമാസ് നേതാക്കൾ ആരെ കാണുന്നു? ദാ കാണുന്നു, റഷ്യയുടെ പ്രസിഡന്റിനെ. അങ്ങനെയെങ്കിൽ പലസ്തീൻ്റെ പ്രസിഡന്റ് മഹമ്മൂദ് അബ്ബാസ് റഷ്യയുടെ പ്രസിഡന്റ് കാണാൻ പോകുന്നെങ്കിൽ അന്തിമ ദിനങ്ങളിൽ യെരുശലേമിൻ്റെ നിലവിളി ഇന്ന് രാത്രി, യെരുശലേമേ നീ ഒരു പരിഭ്രമ പാത്രമാകും. യെരുശലേമേ നീ ഒരു ഭാരമുള്ള കല്ലായി വരും. യെരുശലേമേ ജാതികൾ നിനക്കെതിരെ വിരോധമായി കൂടി വരും. യെരുശലേമേ നിന്നെ തൊടുന്നവർ കഠിനമായി മുറിവേൽക്കപ്പെടും. അതിനു മുമ്പ് കാഹളനാദം മധ്യാകാശത്തിൽ മുഴങ്ങും. ബൈബിളിനകത്തുണ്ടോ യേശു പറഞ്ഞ ഭാഗം? ഒരു വാക്യം കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. മത്തായി 23:37 വാക്യം. മാത്യു ചാപ്റ്റർ 23 വേഴ്സ് 37. വായിച്ചാട്ടെ മോളെ, വായിച്ചാട്ടെ. മത്തായി 21:37 വാക്യം. നിന്റെ അരികിൽ വന്ന, വായിച്ച മക്കളെ, മത്തായി 23:37 വാക്യം വായിച്ചാട്ടെ. യെരൂശലേമേ, യെരൂശലേമേ. എല്ലാവരും ഈ വാക്യം കേൾക്കണം. യെരൂശലേമേ, യെരൂശലേമേ. വായിച്ചാട്ടെ. പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും നിന്റെ അടുക്കൽ അയച്ച സത്യവചനക്കാരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചിറകിൽ മറച്ചു കാക്കുന്നത് പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ, നിന്റെ തലമുറകളെ മറച്ചു കാക്കുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. കരമുയരുന്നില്ലല്ലോ. എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു. അടുത്ത വാക്ക്, നിങ്ങൾക്കോ മനസ്സായില്ല. ഇന്ന് രാത്രി അന്തിമദിനം ഈ യുദ്ധം യെരുശലേമിലേക്ക് പോകാൻ പോകുന്നു. അതിനു മുമ്പ് സഭയെ ചേർക്കാൻ യേശു വരാറായി. മത്തായി 7:24-25 എടുത്താട്ട് മക്കളെ വാക്ക് എഴുതിയിട്ടില്ല, അതുകൂടെ പറഞ്ഞ് നിർത്താൻ ബാക്കി നാളെ. മത്തായി 7:24-25. റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ 2 ടിക്കറ്റ് കിട്ടും. ഒരു ടിക്കറ്റിൻ്റെ പേരെന്താ? പ്ലാറ്റ്ഫോം ടിക്കറ്റ്. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്താൽ ട്രെയിനിൽ കയറാൻ പറ്റുമോ? ഇല്ല. അണ്ണാച്ചി കടയിൽ നിന്ന് നല്ല ചായയും മസാല ദോശയും കഴിക്കാം. സ്വോത്രം. അവിടെ ചെല്ലുമ്പോൾ മേലിൽ പോകണം. 190 രൂപ കൊടുത്തൊരു ടിക്കറ്റ് കിട്ടും. മുംബൈ കന്യാകുമാരി ജയന്തി ജനത. കന്യാകുമാരി നിന്ന് മുംബൈയിൽ വന്ന ജയന്തി ജനയ്ക്ക് തൃശ്ശൂർ 190 രൂപ മതി. സ്ലീപ്പർ പെങ്കൊച്ചെഴുതരും. മൊബൈൽ നമ്പർ എഴുതാം. സ്ലീപ്പറിൻ്റെ S3 എഴുതും, സീറ്റ് നമ്പർ 20 എഴുതും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുത്തവൻ അവിടെ നിന്ന് തമിഴ് പാട്ട് കേൾക്കാം. രാജാ കയ്യാബച്ച. സ്വോത്രം. രക്ഷയുടെ ടിക്കറ്റ് എടുത്ത സ്ലീപ്പർ എടുത്തവന് ട്രെയിൻ വരുന്ന അവൻ അനൗൺസ്മെൻറ്റ്. പെങ്കൊച്ച് വിളിക്കുമ്പോൾ യാത്രിയും ഗോ ശ്രദ്ധ कन्याकुमारी से मुंबई जाने वाला जयंती जनता थोड़ी सी देर बाद 1 नंबर प्लाटफॉर्म में पहुंचेगा. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് കന്യാകുമാരിയിൽ നിന്ന് മുംബൈ വരെ പോകുന്ന ജയന്തി ജനത 1 നമ്പർ പ്ലാറ്റ്ഫോമിലേക്ക് ചില നിമിഷങ്ങൾക്കകം എത്തിച്ചേരും. പ്ലാറ്റ്ഫോം ടിക്കറ്റ് ചന്ദ്രചേട്ടൻ കയറാൻ പറ്റുമോ? ഇല്ല. എന്നാൽ സ്ലീപ്പർ എടുത്ത പുള്ളിക്കാരൻ വാതിക്ക് ഒറ്റച്ചാട്ടം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി രക്ഷയുടെ ടിക്കറ്റ് എടുത്തവനെ ചേർക്കുവാൻ സ്വർഗീയ കമ്പാർട്ട്മെന്റുകൾ ഇളകി വരാൻ കാലമായി.
മേഘങ്ങളെ തേരാക്കി അവൻ കാറ്റിൻ ചിറകിന്മേൽ സഞ്ചരിക്കുന്നു. ഇന്ന് രാത്രി താങ്കൾ ഒരു പാപിയാണോ? പഴയ നിയമത്തിൽ എന്താ? ഒരു പൈതൽ പാപം ചെയ്താൽ, വാക്കുകൾ മനസ്സിലായിക്കോണേ, പഴയ നിയമത്തിൽ ഒരു പൈതൽ പാപം ചെയ്താൽ, ഒരാൺകുട്ടി പാളയത്തിനകത്ത് പാപം ചെയ്താൽ അവനെ കല്ലെറിഞ്ഞു കൊല്ല. അച്ഛൻ്റെ പ്രത്യേകത, ഒരു മനുഷ്യനുണ്ടായിരുന്നു, അവന് 2 പുത്രൻ. ഒരുത്തൻ്റെ പേര് ധൂർത്തപുത്രൻ. ചിലവാളി പൈസ ചിലവാക്കി നല്ലതുപോലെ അടിച്ച് തീർപ്പിച്ചെല്ലാം തീർന്നു. ഇപ്പോൾ വീട്ടിൽ വരാൻ വണ്ടി ടിക്കറ്റില്ല. അവൻ്റെ താടി മുടി നരയെല്ലാം വളർന്നു. എവിടെ ചെന്ന് പന്നിയുടെ കൂട്ടത്തിൽ കിടക്കുക. വാള വരെ പന്നിക്ക് കൊടുക്കുന്ന കാടിയും കഴിച്ചുകൊണ്ടിരിക്കുക. അവൻ അന്നേരം എന്തോ തോന്നി, അപ്പൻ്റെ വീട്ടിനെ പറ്റി സുബോധം തോന്നി. പഴയ നിയമത്തിലെ അപ്പൻ്റെ വീട്ടിൽ വരുവാണെങ്കിൽ അവനെ വഴി വെച്ച് തന്നെ വീട്ടുകാർ കല്ലെറിഞ്ഞുകൊള്ളു. പുതിയ നിയമത്തിൽ അപ്പൻ അവനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, ഈ മകൻ നഷ്ടപ്പെട്ടവനായിരുന്നു, ഇവൻ മടങ്ങി വന്നു. ഈ പ്രമാണം ന്യായപ്രമാണമല്ല, കൃപയുടെ പ്രമാണം. കരമുയർത്തുന്നവർക്കായി ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ഒരു കുഞ്ഞാട് ഇറക്കപ്പെട്ടെങ്കിൽ ഇന്ന് രാത്രി പാപി എന്ന് തിരിച്ചറിഞ്ഞ് അവൻ്റെ പാതാരവിന്ദങ്ങളിലേക്ക് താങ്കൾ കടന്നു വരുമെങ്കിൽ താങ്കളെ മാറോട് ചേർക്കുവാൻ സ്വർഗത്തിലെ അപ്പൻ്റെ കരം ഇന്ന് രാത്രി കൺവെൻഷൻ കൂട്ടങ്ങൾ വെളിപ്പെടുന്ന രാത്രി വചന ആഴമായി ചങ്കിനകത്ത് ഇന്ന് രാത്രി പതിഞ്ഞ് കയറട്ടെ. പഴയ നിയമത്തിൽ ഒരു പെൺകുട്ടി പുരോഹിതന്റെ മകളായാൽ പാളയത്തിനകത്ത് പാപം ചെയ്താൽ അവളെ കത്തിച്ചു കൊല്ലണമെന്നാ വചനം. സ്വോത്രം. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്നു. സ്വോത്രം. മോശയുടെ ന്യായപ്രമാണം വെച്ച് കന്നാസും പെട്രോളുമായിട്ട് ആ പള്ളി പുരോഹിതന്മാർ വന്ന് യേശു അവിടെ നിർത്തിയിട്ട് എല്ലാവരോടും അവിടെ നിൽക്കാൻ പറഞ്ഞു. യേശു നമ്മൾ കൺവെൻഷന് ബാനർ എഴുതുന്ന പോലെ താഴെ പേരെഴുതി. വന്നവന്മാരെല്ലാം പ്രതികളാണ്. വെള്ളറുടെ പോലീസ് വരും, അവർ സ്ഥലം വിട്ടു. സ്വോത്രം. കണ്ടില്ല, യേശു നിലത്ത് പേരെഴുതി, എവള് മാത്രം ഇട്ടുണ്ട്. അവിടെ തലേ കൈവച്ചിട്ട് പറഞ്ഞു, മോളെ ഇനിമേൽ നീ പാപം ചെയ്യരുത്. പഴയ നിയമം പാളയത്തിനകത്ത് പാപം ചെയ്യുന്ന പെൺകുട്ടിയെ പച്ചയ്ക്ക് കത്തിക്കാൻ പറയുമ്പോൾ പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന നല്ലൊരപ്പനെ ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. ആ അപ്പച്ചൻ്റെ പേരത്രേ ക്രൂശിക്കപ്പെട്ട കർത്താവ്. സ്വോത്രം. അവസാനിക്കാൻ പോവുക. എല്ലാവരും എല്ലാ കാലത്തും വീട്ടിലിരുന്ന് ഇവിടെ സന്തോഷമായിട്ടിരിക്കുക എന്ന് പറയണ്ട. എന്താ സംഭവം എന്നറിയാമോ? സ്വോത്രം. ഇന്ന് രാത്രി ഒരു ഭാഗവും കൂടെ വായിച്ച് അവസാനിപ്പിക്കാം. മത്തായി സുവിശേഷം 7:24-25 കുഞ്ഞ് വായിച്ചാട്ടെ, നാട്ടുകാർ കേൾക്കട്ടെ. ഈ രാത്രി ആകയാൽ 5 മിനിറ്റ് പോയാലും കുഴപ്പമില്ല, കേൾക്കട്ടെ. ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ. അടുത്ത വാക്ക്, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു. അടുത്തത്, പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല. ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവനെങ്കിലേക്ക് ചാഞ്ഞു കേട്ടു. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി ക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനമിട്ടിട്ടുണ്ടെങ്കിൽ ഇന്ന് രാത്രി പറ, പെരുങ്കാറ്റ് വരട്ടെ, കൊടുങ്കാറ്റ് വരട്ടെ, ഈശാനുമൂലൻ വരട്ടെ, നിന്റെ ഭവനം ക്രിസ്തുവാകുന്ന മൂലക്കല്ലിൽ അടിസ്ഥാനമിട്ടിട്ടുണ്ടെങ്കിൽ അത് തകരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. തീർന്നില്ല. രണ്ടാമതൊരു ഭവനം മലയങ്കാവ്, ചെറിയ കൊല്ലയും, ബദേൽപുരവും, തോലടിയും ഇതുവരെ കൊണപ്പെടാത്ത ചില കൂട്ടങ്ങളുണ്ട്. വായിച്ചാട്ട് മോളത് വായിച്ചാട്ട്. വായിച്ചു. അടുത്ത ഭവനം. എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും. ഇവിടെ കൺവെൻഷൻ പ്രസംഗം പറയും, ഉപദേശിമാർ ചക്രം ഉണ്ടാക്കാൻ. ചിലർ പറയും അമേരിക്കയിൽ നിന്ന് കാശ് വന്നിട്ടാണ് കൺവെൻഷൻ നടത്തുന്നത്. സ്വോത്രം. നമ്മുടെ അമേരിക്കക്കാരൻ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് ചായിട്ടാണ്, അവിടുന്ന് കാശ് വന്നിട്ടാണ് കൺവെൻഷൻ നടത്തുന്നത് പറയുന്ന ആൾക്കാരുണ്ട്. സ്വോത്രം. അവർക്ക് വേണ്ടിയായി പറയുന്നത്. അവർ പറയും മിച്ചപ്പണം, യവന്മാർക്ക് കയ്യിൽ പണം, വചനങ്ങളെ കേട്ടിട്ട് അനുസരണയിൽ രക്ഷയുടെ പെട്ടകത്തിൽ കയറത്തില്ല. അവൻ്റെ വീട് ഏതാ? മണലിന്മേൽ. വായിച്ചിട്ട് മോളെ, മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകും. മണലിന്മേൽ വീട് പണിത ബുദ്ധിയില്ലാത്ത മനുഷ്യൻ. അടുത്തത്, യെല്ലോയും മാങ്കോയും പൈനാപ്പിളും അടിച്ച് നിന്റെ കാര്യം തീരാൻ പോവുക. അടുത്ത വാക്യം വായിച്ചിട്ട് മോളെ, വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ച വീട്ടിന്മേൽ അലച്ചു, അത് വീണു. അതിന്റെ വീഴ്ച വലിയതായി. അയ്യോ, മലയങ്കാവി രക്ഷിക്കപ്പെടാത്ത അച്ചായോ, ഇസ്രായേലിന്റെ ബാക്കി ഇവിടെയും വരാൻ പോവുക. സ്വോത്രം. അതിനു മുമ്പ് നീ രക്ഷയുടെ പെട്ടകത്തിനകത്ത് കടക്ക്. ബുദ്ധിയുള്ള മനുഷ്യനെ പോലെ രക്ഷിക്കപ്പെട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി നോക്കി പാർക്കുന്ന ദൈവമക്കളെ ചേർക്കാൻ യേശു വരാറ്. നിർത്താൻ പോവുക. ഈ നെയ്യാർ ഡാമിലെ ആ പന്തിയോട് ചേർന്ന് നല്ലൊരു മരമായിരുന്നു.
ഈ ഷട്ടർ തുറന്നു വിട്ട് ഈ മരത്തിൻ്റെ വേര് ദ്രവിച്ചു തുടങ്ങി. മരത്തിനകത്ത് 2 കൂട്ടരുണ്ടായിരുന്നു. 2 ചില്ലയിൽ കുരങ്ങന്മാരുണ്ടായിരുന്നു. മേളിലത്തെ ചില്ല കുരുവി ഉണ്ടായിരുന്നു. കുരങ്ങന്മാരുടെ വീട്ടിൽ വൈകിട്ട് സിനിമാ പാട്ടും വോഡാഫോണും കോമഡി. കുരുവിയുടെ വീട്ടിൽ എന്തതിശയമേ ദൈവത്തിൻ്റെ സ്നേഹം. വെള്ളറുടെ നിന്ന് ബിവറേജിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്ന കള്ളും കുടിച്ച് മരത്തിൻ്റെ ചവിട്ടിയിരിക്കുക. കുരുവി ഒരു പ്രാവശ്യം പറഞ്ഞു, ചേട്ടാ ശ്രദ്ധിക്കണം, മരത്തിൻ്റെ ചെവിടെല്ലാം ഡാമിലെ വെള്ളം തുറന്നു വിട്ട് ദ്രവിച്ചിരിക്കുക, മരം വീഴാൻ സാധ്യതയുണ്ട്, ചേട്ടൻ പെരുവെള്ളത്തിലായിപ്പോവും. കുരുവിയോട് ചോദിച്ചു, നിനക്കെന്തോ പറ്റും? ഞാൻ പറഞ്ഞ് എൻ്റെ പണിക്ക് പോകുമെന്ന് പറഞ്ഞു. സ്വത്രം. ഇതുപോലെ ഈ വചനം കേട്ടിട്ട് അടിവേരിളകിയാലും ഡാമിൻ്റെ ഷട്ടർ തുറന്നാലും ഗുണപ്പെടാത്ത കുറേ പേരുണ്ട്. അവസാനം ഒരു രാത്രിയിൽ ഡാമിൻ്റെ തുറന്ന് സ്വത്രം വെള്ളം കൂടെ പടപടാൻ വന്ന് വൈകിട്ട് ചന്ദനമണിയും കറുത്തമത്ത് വോഡാഫോണും കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഡാം കുലുങ്ങി, മരവും കുലുങ്ങി, കുരങ്ങൻ കിടക്കുന്നു, കുരുവി ഒറ്റപ്പോക്ക്. സന്തോഷമില്ലല്ലോ? അതുപോലെ ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. ഇത് കത്തിത്തീരുന്നതിന് മുമ്പ് രക്ഷയുടെ പെട്ടകത്തിൽ കടന്ന ദൈവമക്കളെ ചേർക്കുവാൻ നാഥൻ മധ്യാകാശത്തിൽ വരും. മുന്നറിയിപ്പിനെ അവഗണിക്കരുത്. നിർത്താൻ പോവുക. എന്താ മുന്നറിയിപ്പ്? ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത 2224 യാത്രയാണ്, കിലോമീറ്റർ. സതാംപ്ടൺ ടു ന്യൂയോർക്ക്. ഏകദേശം 50,000 ഹോഴ്സ് പവർ. കപ്പലുണ്ടാക്കിയ കമ്പനിയാണ് വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, ദൈവം വിചാരിച്ചാലും ഈ കപ്പലിനെ തകർക്കാൻ പറ്റത്തില്ല. സ്വോത്രം. കന്നി യാത്ര, ആട്ടും പാട്ടും. 1912 ഏപ്രിൽ മാസം 10-ാം തീയതി യാത്ര. 4 ദിവസം അറ്റ്ലാന്റിക്കിൽ മഞ്ഞുമല. പലരും മുന്നറിയിപ്പ് കൊടുത്ത, ക്യാപ്റ്റൻ മഞ്ഞുമല മിണ്ടരുത്, ദൈവം വിചാരിച്ചാലും തകർക്കാൻ പറ്റത്തില്ല. കന്യയാത്രയിൽ 3500-മായി അമേരിക്കയിലേക്ക് യാത്രയായ ടൈറ്റാനിക് ഒരു പ്രഭാതത്തിൻ്റെ ഒരു വൈകിട്ടുള്ള സന്ധ്യായാമത്തിൽ മഞ്ഞുമലയിൽ ഇടിച്ച് തകർന്നു പോയി. ഇന്ന് രാത്രി അതല്ല എൻ്റെ പ്രസംഗം. ടൈറ്റാനിക്കിൽ നിന്ന് രക്ഷപ്പെട്ട ഒരുവൻ ഒരു പുസ്തകം എഴുതി. ആ പുസ്തകത്തിനകത്ത് വായിച്ചപ്പോൾ മനുഷ്യൻ കരഞ്ഞു പോകും. ടൈറ്റാനിക് കപ്പൽ സമുദ്രത്തിൽ മഞ്ഞുമലയിടിക്കുമ്പോൾ ഈ ഇംഗ്ലീഷുകാരൻ ഏറ്റവും മേളിൽ മെസ്സ് ചാപ്പാട് ഒക്കെ തിന്ന് കടൽ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴാ ഇടി. അപ്പോൾ അത് കപ്പൽ ചെറിയ താഴാൻ തുടങ്ങി. അവൻ്റെ മുറി താഴെയാണ്, പ്രഷ്യസ് ലക്ഷറിയസ് മുറി. അതിനകത്ത് $3 ലക്ഷം ഇരിപ്പുണ്ട്. അവൻ ആലോചിച്ചു, ഞാൻ താഴെ ഈ ഡോളർ എടുക്കാൻ പോയാൽ പിന്നെ എനിക്ക് തിരിച്ചു കയറാൻ പറ്റത്തില്ല, വെള്ളത്തിൽ പോകും. അവൻ്റെ മുമ്പിൽ ആ മെസ്സിൻ്റെ സൈഡിൽ ഒരു കാര്യം ഉണ്ടായിരുന്നു, ഒരു ലൈഫ് ജാക്കറ്റ്. മേശപ്പുറത്തൊരു 3 ഓറഞ്ചും ഉണ്ടായിരുന്നു. ഇംഗ്ലീഷുകാരൻ പാൻറ്റിനകത്ത് 3 ഓറഞ്ചും ലൈഫ് ജാക്കറ്റും എടുത്ത് വെള്ളത്തിൽ ചാടി അവൻ രക്ഷപ്പെട്ടു. അവൻ എഴുതിയ പുസ്തകത്തിൻ്റെ അവസാനം ഇങ്ങനെ എഴുതി, എൻ്റെ $3 ലക്ഷം അന്വേഷിച്ച് താഴെ പോയെങ്കിൽ അറ്റ്ലാന്റിക്കിൻ്റെ തിരമാലകളിൽ ഞാൻ മുങ്ങിപ്പോയന്. എന്നാൽ എൻ്റെ മുൻപിൽ ഒരു ലൈഫ് ബെൽറ്റ് കെട്ടി, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെങ്കിൽ ഓയിസ്തോ സ്തുതിയുടെ 2ാമത്തെ കൺവെൻഷൻ, ജനറൽ കൺവെൻഷന്റെ ആദ്യ രാത്രി ഒരു ലൈഫ് ജാക്കറ്റിനെ ഞങ്ങൾ ഇന്ന് രാത്രി പരിചയപ്പെടുത്തുന്നു. അതത്രേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. മക്കളെ, രാത്രിയിലെ സന്ദേശം റോഡിനകത്തോ തെരുക്കോണിനകത്തോ പുറത്തോ ആരെങ്കിലും കേൾക്കുന്നെങ്കിൽ ഇതൊരു മതത്തിൻ്റെ പ്രസംഗമല്ല, ഇതൊരു സംഘടനയുടെ പ്രസംഗമല്ല. നിന്നെ നിത്യതയിലെത്തിക്കുന്ന സുവിശേഷത്തിൻ്റെ വാഗ്ദോരണിയാണ്. ഒരുവൻ ധനവാനായി തീർന്നാലും അവൻ്റെ ഭവനത്തിൻ്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടുകൂടി ഒന്നും കൊണ്ടുപോകുകയില്ല. എനിക്ക് നേരിട്ടറിയാവുന്ന സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ 69-ാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പിണറായിക്ക് ശേഷം കൊതിച്ചിരുന്ന വ്യക്തിയാണ്. ആരാ? കോടിയേരി ബാലകൃഷ്ണൻ സാർ. 69-ാമത്തെ വയസ്സിൽ ലോകം വിട്ടുപോയി. ഇന്ന് രാത്രി മലയങ്കാവിൽ ഞങ്ങളെ കേൾക്കുന്ന ധനവാനെ, ദരിദ്രനെ, മുതലാളിയെ, തൊഴിലാളിയെ, പഞ്ചായത്ത് പ്രസിഡന്റ്, രാഷ്ട്രീയ നേതാവ്, ഇവിടുത്തെ ധനവാനെ, ഏത് മനുഷ്യൻ ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ. എന്നാൽ ഇന്ന് രാത്രി ഞങ്ങളെ ഏത് സമയം മരണം പിടിച്ചാലും ഞങ്ങളുടെ ശരീരത്തിന് മാത്രമേ മരണമുള്ളൂ. കല്ലറയ്ക്കപ്പുറത്ത് ഞങ്ങളെ മാടി വിളിക്കുവാൻ 10,000 പേർ സുന്ദരനായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. നാളെ രാത്രി ജെറുസലേം പരിഭ്രമപാത്രം, ജെറുസലേം ഭാരമുള്ള കല്ല്. ജാതികൾ വിരോധമായി കൂടി വരും. ഒരന്തിമ യുദ്ധത്തിലേക്ക് ലോകം. അതിനു മുമ്പ് സഭയെ ചേർക്കുവാൻ കാന്തൻ വരാറായി. എല്ലാവരും ഒന്ന് എഴുന്നേറ്റാട്ടെ. മഴയും കാറ്റുമൊന്നുമില്ല. ഒരു പക്ഷിക്ക് 2 ചിറക്, ഒരു വിമാനത്തിന് 2 ചിറക് പോലെ കുഞ്ഞുങ്ങളോട് ചേർന്ന് ഇന്നത്തെ സംഭവങ്ങൾ മുഴുവൻ പ്രിയന്റെ വരവിനെ കാണിക്കുന്നു. എല്ലാ കരങ്ങളും അടിച്ച് ശക്തിയോടെ ഇന്ന് രാത്രി ദൈവത്തെ ആരാധിച്ചാട്ടെ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും.
ഇന്ന് രാത്രി കോയനോട് ചേർന്ന് ശക്തിയോടെ ദൈവത്തെ ആരാധിച്ചാണ്. എല്ലാ കെട്ടുകളും അടിയട്ടെ, എല്ലാ ബന്ധനങ്ങളും മാറട്ടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ രീക ചാണക ബൗദ്ധ മനാഥന ബന്ധൽ കമന എല്ലാ കരങ്ങളും അടിച്ച് മലയങ്കാവ് വിടുവിക്കപ്പെടട്ടെ. ആയിരങ്ങൾ യേശുവിനെ കാണട്ടെ. കൃപയേ പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ ഭാവിക്കും സ്വർഗീയ മണിയറ. എല്ലാ കരങ്ങളും അടിച്ച് പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, മക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയനാം മണവാളനിൽ ഭാവിക്കും സ്വർഗീയ മണിയറയിൽ. അതുകൊണ്ട് കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യവേദത്തിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുകനാ. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൽ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുകനാ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഓ കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. ജാതികൾ ജാതിയോടതിർത്തിടുമ്പോൾ ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ വിവിധ ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും. ജാതികൾ ജാതിയോടതിർത്തിടുമ്പോൾ ജഗത്തിൻ പീഡകൾ പെരുകിടുമ്പോൾ വിവിധ ഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ വേഗം വന്നിടും. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല, കഷ്ടങ്ങൾ സാരമില്ല, നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ ഞൊടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല.
രാജാ രാജാ ശൈത രാജാ രാജാ ഇഖരൈദ രാജാ രാജാ രി ബാ 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 ഉടരവനവന ഘടകന ഘടക ദുരഘടക ശബ്ദാദിഘടകം. Yes. പീലാത്തോസിന്റെ അരമനയിൽ 2 കൂടുകൾ, 1 യേശു, 2 ബറബാസ്. യഹൂദ പരീക്ഷകൾ വിളിച്ചു പറഞ്ഞു, യേശുവിനെ ക്രൂശിക്കാം, ബറബാസിനെ വിട്ടുതരിക. യേശുവിന് വിധിയെഴുത്ത് കിട്ടി, അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അതുവരെ സുവിശേഷകർ പ്രസംഗിക്കും. ഉച്ച കഴിഞ്ഞ് ബറബാസിന് വിധി കിട്ടി, അവനെ പുറത്തു വിട്ടു. അവൻ കൂട്ടിന് വിളിക്കിറങ്ങി ചോദിച്ചു, യേശു എവിടെ? അവര് പറഞ്ഞു അവനെ ക്രൂശിക്കാൻ കൊണ്ടുപോയി. അവൻ ഓടി കാൽവറി മലയിൽ 2 കള്ളന്മാരുടെ നടുവിൽ അവൻ തൂങ്ങിക്കിടക്കുകയാണ്. ബറബാസ്, കുഞ്ഞുങ്ങളെ, ചരിത്രം രേഖപ്പെടുത്തുന്നു, അവിടെ വെച്ച് നെഞ്ചത്തടിച്ചു. അടിച്ചിട്ട് അവൻ നിലവിളിച്ചത്, അയ്യോ, എനിക്ക് വേണ്ടി ഒരുക്കപ്പെട്ട ക്രൂശായത്. എനിക്ക് പകരമായി 5 കോടതികൾ 7 പ്രാവശ്യം മാറി മാറി വിസ്തരിച്ചു. അവനിൽ ഒരു കുറ്റവുമില്ല. യെസ്, അവൻ ആ ക്രൂശിലേക്ക് നോക്കി. ചില നിമിഷങ്ങൾ കഴിഞ്ഞു. അവൻ യേശുവിൻ്റെ പാതാരബിന്ദങ്ങൾ ചെന്ന് കെട്ടിപ്പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, അങ്ങയുടെ പുണ്യാക രക്തത്താൽ എന്നെ ഒന്ന് കഴുകണമേ. സഹോദരാ, താങ്കൾ ഒരു പാപിയാണോ? സഹോദരി, താങ്കൾ ഒരു പാപിയാണോ? ബ്രദർ, മദ്യപാനിയാണോ? വീട്ടിനകത്തിരിക്കുന്ന സഹോദര, ജീവിതം തകർന്ന വ്യക്തിയാണോ? നിന്നെ സ്നേഹിക്കുന്ന ഒരു കാൽവറി നാഥൻ ദാ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് കാൽവറിയുടെ കൊലക്കളത്തിൽ ചേതനയേറ്റ് കിടക്കുന്നു. ഇന്ന് രാത്രി ആര് പറയും, ആ നിത്യ സ്നേഹത്താൽ എന്നെ സ്നേഹിക്കണമേ? ഇനി അവൻ രാജാക്കന്മാരുടെ രാജാവായി വരാറായി.